ഇപ്പോൾ ഗവൺമെൻറ് KSRTC ബസ്സിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഭാഗമായി KSRTCയിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനുള്ള നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പാണുള്ളത്. എല്ലാവരും CPM-നോ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളി സംഘടനകൾക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും ഇക്കാര്യത്തിൽ യോജിപ്പാണുള്ളത്. ഈ KSRTC ഒരു ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇപ്പോൾ KSRTCയുടെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഫണ്ട് നൽകിയിട്ടാണ്. ആ അന്തരീക്ഷം KSRTC മാറിയിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ KSRTCയെ ഉറപ്പിച്ചു നിർത്താനും അതിൻ്റെ വരുമാനം, ചെലവ്, ഈ കാര്യങ്ങളിലെല്ലാം KSRTCയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് KSRTCയുടെ ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തത്. ഇത്തരമൊരു നിലപാടെടുത്ത് വരുമ്പോഴും നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ പെൻഷനും ശമ്പളവും നൽകുന്നതിന് ഗവൺമെൻറ് നേരിട്ട് സഹായിക്കുക എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ അങ്ങനെയാണ് തുടരുന്നത്. ഇപ്പോൾ വരുമാനവും ചെലവും തമ്മിൽ ഏറെക്കുറെ സാമ്യത വരികയാണ് KSRTC വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. KSRTCയുടെ എല്ലാ ബാധ്യതയും KSRTCയെ കൊണ്ട് നിർവഹിക്കത്തക്ക നിലയിലുള്ള നിലപാടിലേക്ക് ഉയരുമ്പോഴാണ് KSRTC വളർന്നു എന്ന് നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുള്ളൂ, പൂർണ്ണമായ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് KSRTCയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുമ്പോൾ KSRTCക്ക് വരുന്ന വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കും? ഇത് ഗവൺമെൻറ്റാണ് വ്യക്തമാക്കേണ്ടത്. പലരും പല കണക്കും പറയുന്നുണ്ട്. ചിലർ 90 കോടി എന്ന് പറയുന്നുണ്ട്, ചിലർ 100 കോടി എന്ന് പറയുന്നുണ്ട്. എത്രയായാലും ഇത് KSRTCക്ക് അധിക ബാധ്യത വരുന്നതാണ്. അത് ഗവൺമെൻറ് നൽകണം. ഗവൺമെൻറ് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉറപ്പുണ്ടാകണം. ഈ ജൂൺ 15-ാം തീയതി മുതൽ ഈ സൗജന്യ യാത്ര നടത്തുമ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ പെൻഷൻ തുടർന്ന് നൽകുന്നതിനും ശമ്പളം കൃത്യമായി നൽകുന്നതിനും ആവശ്യമായ ഉറപ്പ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ KSRTCക്ക് വരുന്ന വരുമാനത്തിലെ കുറവ്, ഇതുവഴി വരുന്ന വരുമാനത്തിലെ കുറവ് പൂർണ്ണമായും ഗവൺമെൻറ് നിർവഹിച്ച് ഈ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഈ പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയണം. അത്തരമൊരു സമീപനമാണ് ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്